കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ പാലക്കാട് ഒറ്റപ്പാലത്ത് 100-ലധികം വീടുകളിലാണ് വെള്ളം കയറിയത്. എന്നാൽ ഗാന്ധിനഗറിലെ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായ സുനിലിനും ഭാര്യ ലതയ്ക്കും ഇത്തവണ വീട്ടിൽ വെള്ളം കയറുമെന്ന ആശങ്ക ഒട്ടും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രളയങ്ങളിൽ വെള്ളത്തിൽ മുങ്ങിയ വീട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഴയതിൽ നിന്നും 5 അടിയോളം ഉയർത്തിയിരുന്നു. 2018-ലും 2019-ലും പ്രളയത്തിൽ ജലം ഇരച്ചെത്തിയപ്പോൾ ഒറ്റപ്പാലം ഗാന്ധിനഗറിലെ മിക്ക വീടുകളിലും വെള്ളം കയറി. ഗാന്ധിനഗറിലെ താമസക്കാരനും റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനുമായ കോയിലത്ത് സുനിലിനും ഭാര്യ ലതയ്ക്കും ആ പ്രളയകാലം ഒരിക്കലും മറക്കാനാവില്ല. വീടിനുള്ളിലേക്ക് കയറിയ വെള്ളം വീട്ടുപകരണങ്ങൾ മുഴുവനും നശിപ്പിച്ചു. പോരാത്തതിന് ചളിയും മണ്ണും നിറഞ്ഞ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച 2500 ചതുരശ്ര അടി വരുന്ന സ്വപ്ന ഭവനത്തിന്റെ ഭിത്തികളും നിലവും കേടായി. വീണ്ടും ഒരു പ്രളയകാലം വന്നാൽ വീട് തന്നെ തകരുമെന്ന ഭീതിയിലിരിക്കുമ്പോൾ ലതയുടെ ഉള്ളിൽ ഉദിച്ച ആശയമാണ് വീടിനെ നിലത്ത് നിന്ന് ഉയർത്തി പണിയാമെന്നത്. ഇന്റർനെറ്റിലൂടെ കൂടുതൽ സാധ്യതകൾ മനസ്സിലാക്കിയ സുനിലും ഭാര്യയും അങ്ങനെ കോഴിക്കോടുള്ള ഒരു നിർമ്മാണ കമ്പനിയുടെ സഹായത്തോടെ വീടിനെ നിലത്ത് നിന്ന് 5 അടിയോളം ഉയർത്തി. ഇത്തവണയും മഴവെള്ളം ഗാന്ധിനഗറിൽ നിറഞ്ഞെങ്കിലും ഒരു തുള്ളി പോലും സുനിലിന്റെ വീട്ടിൽ കയറിയില്ല. ആദ്യം വീടിനെ മണ്ണിൽ നിന്ന് അടർത്തി 180ഓളം ജാക്കികൾ സ്ഥാപിച്ച് ഉയർത്തി. പിന്നെ തറയിൽ ബെൽറ്റ് കെട്ടി അടിയിൽ മണ്ണ് നിറച്ച് കല്ലുകൊണ്ട് പടുത്ത് അതിലേക്ക് വീടിനെ ഇറക്കി വെച്ചു. പിന്നീട് വീടിന്റെ ഉയരത്തിനനുസരിച്ച് മുറ്റത്തിന്റെ രൂപവും മാറ്റി സുരക്ഷിതവും ഭംഗിയുള്ളതുമാക്കി. ചുറ്റുപാടുള്ള എല്ലാ വീടുകളിലും മിക്കവാറും വീടുകളിൽ വെള്ളം കയറി. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇത് പൊക്കിയോണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഈ സ്ലോപ്പിന്റെ ഒരു പകുതി വരെ വെള്ളം വന്നല്ലോ, അതൊന്നും ഉള്ളിലേക്ക് വന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ മാറി താമസിക്കേണ്ടി വന്നു. പക്ഷെ എന്നാലും തിരിച്ചു വന്ന് ഞങ്ങൾക്ക് വീട് വൃത്തിയാക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടായില്ല. ഒരു പുതിയ വീട് തന്നെ നിർമ്മിക്കാനുള്ള തുക ചെലവിടേണ്ടി വന്നെങ്കിലും ആശിച്ചു മോഹിച്ച് നിർമ്മിച്ച വീട്ടിൽ ഇനി പെട്ടെന്നൊന്നും വെള്ളം കയറില്ലല്ലോ എന്ന സമാധാനത്തിലാണ് സുനിലും ലതയും. റിപ്പോർട്ടർ, പാലക്കാട്.